അനധികൃത നിലനികത്തലിനെതിരെ പത്തിയൂരിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രംഗത്തെത്തി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് പത്തിയൂർ കിഴക്ക് വെളിച്ചപ്പാട് കടവിൽ സ്വകാര്യ വ്യക്തിയുടെ നെൽവയൽ തണ്ണീർത്തടത്തിൽ രാത്രിയുടെ മറവിൽ ടിപ്പർ ലോറിയിൽ മണ്ണടിച്ച് നികത്താൻ ശ്രമിച്ചതിലായിരുന്നു പ്രതിഷേധം. അനധികൃത നിലനികത്തലിനെതിരെ പത്തിയൂരിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രംഗത്തെത്തി. 1996 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ സമരം ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വിപ്ലവകാരിയ സഖാവ് BS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലാണ് കുട്ടനാട്ടിലാണ് ഈ സമരം തുടങ്ങിയത്. സംസ്ഥാന വ്യാപകമായി പടർന്നു പിടിച്ച ഈ സമരം അതിശക്തമായി മുന്നോട്ട് പോയത് ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, മനുഷ്യജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. 8.5 ലക്ഷം ഹെക്ടർ നെൽപ്പാടം ഈ കേരളത്തിലുണ്ടായിരുന്നു. ഭൂമാഫിയകളും അതിസമ്പന്നരും അവയെല്ലാം നികത്തി തണ്ണീർത്തടങ്ങളിൽ ഇല്ലാതാകും. ഈ ഭൂമി ഊഷരഭൂമിയായി മാറുക, കൂടുതൽ വെള്ളപ്പൊക്കവും കൂടുതൽ വറുതിയും, മനുഷ്യജീവൻ അസാധ്യമായി വരിക. ഈ സാഹചര്യത്തെ ഇന്ന് പ്രകൃതി സ്നേഹികളും ശാസ്ത്രജ്ഞന്മാരും എല്ലാം തന്നെ BSനെ ശ്ലാഘിക്കുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിലാണ് പത്തിയൂർ പഞ്ചായത്തിലെ ചിറക്കോങ്ങര ജംഗ്ഷനിൽ ഏതാണ്ട് 50 സെൻറ്റിനോട് അടുത്ത് വരുന്ന തണ്ണീർത്തടം ജലസ്രോതസ്സാണ്. ഈ ജലസ്രോതസ് നികത്തിയെടുക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ മറവിലോ അതല്ലെങ്കിൽ സമ്പത്തിൻ്റെ അഹങ്ക കൊണ്ടോ ഇത് നികത്തി രൂപാന്തരപ്പെടുത്തി കോടികൾ ഇതിൽ ബിസിനസ് നടത്താൻ വേണ്ടി പരിശ്രമം നടക്കുന്നു. ഇതിനെതിരെ ഇവിടുത്തെ പൊതുവിപ്ലവ പ്രസ്ഥാനം, പാർട്ടി, യുവജന പ്രസ്ഥാനവും അവർ സാമൂഹ്യ സ്നേഹികളും അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഭൂപ്രകൃതിയെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ അവരുടെയും കൊടി കുത്തി. ഈ 2 കൊടികളും എടുത്തു കളഞ്ഞുകൊണ്ട് അവർ ഇവിടെ 10 ലോഡുകളും അതിലേയും വരുന്ന ഗ്രാവൽ ഇറക്കി ഇനിയും കൂടുതൽ ഇറക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുക. ഇത് തികച്ചും ദേശദ്രോഹമാണ്, സമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ്. ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും ശക്തമായിട്ടുള്ള സമരവുമാണ് KSKTയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്താൻ പോകുന്നത്. അതിന് കൊടികുത്തി ഈ സമരം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്തുള്ള മുഴുവൻ സഖാക്കളും ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ പ്രകൃതി സ്നേഹികളും മനുഷ്യസ്നേഹികളെയും എല്ലാം തന്നെ KSKTയുടെ പേരിൽ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. KSKTയുടെ കായംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊടികുത്തിക്കൊണ്ട് ഒരു സമരപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഭാഗത്തുള്ള ഏക തണ്ണീർത്തടമാണ് ഈ പുറകിൽ കാണുന്ന ഏതാണ്ട് 50 സെൻറ്റ് വരുന്ന സ്ഥലം. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടായി ഈ അടുത്ത് കാണുന്ന പരിസരത്തെ എല്ലാ വീടുകളും മുങ്ങിപ്പോകുന്ന തരത്തിൽ ആണിപ്പോൾ ഈ ഗ്രാവൽ കൊണ്ടിറക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത വയലിലേക്ക് ഓട നിർമ്മിച്ചിട്ടുണ്ട്. ആ ഓടയും കൂടെ അടച്ചുകൊണ്ടാണ് ഈ ഗ്രാവൽ കൊണ്ടിറക്കിയിരിക്കുന്നത്. ഈ ഡാറ്റാ ബാങ്കിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം, തണ്ടപ്പേരിൽ നിലവായിട്ട് ഇപ്പോഴും കിടക്കുന്ന ഈ സ്ഥലം ജനദ്രോഹപരമായി ഇത് നികത്തി നമ്മളെ ചുറ്റുപാടും താമസിക്കുന്ന വീടുകളെ വെള്ളത്തിൽ മുക്കുന്ന ഈ നിലപാടിൽ നിന്ന് ഇയാൾ മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യഘട്ടം ഇവിടെ കൊടികുത്തിയത്. പക്ഷേ ആ കൊടികളെല്ലാം ഈ കടവിൽ ബിജു എന്ന് പറയുന്ന ആൾ എടുത്ത് കളയുകയായിരുന്നു. ഇപ്പോഴയാൾ ഇതിലെ പോയ വഴി ഇവിടെ കൂടി നിന്ന സഖാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കടന്നുപോയത്. കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസറെ, കളക്ടറെ, RDO തുടങ്ങിയ റവന്യൂ അധികാരികളെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. അവർ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരിക്കുവാന്ന്. ഈ സാധനം ഇവിടുന്ന് എടുത്തു മാറ്റി, ഇയാളുടെ സ്വന്തം ചെലവിൽ എടുത്തു മാറ്റി ഇവിടം ക്ലിയർ ചെയ്യിപ്പിക്കുമെന്ന്, എടുത്തു മാറ്റിക്കുമെന്ന് കളക്ടറും RDOയും വില്ലേജ് ഓഫീസറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ
മുകളിലോട്ട് അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ ഈ ഭീഷണി ഒരിക്കലും KSKTയോ ഇടതുപക്ഷ പ്രസ്ഥാനമോ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന CPMോ അംഗീകരിക്കത്തില്ല. ഇനി ഈ കൊടിയെടുത്ത് മാറ്റുവാണെങ്കിൽ തുടർ ശക്തമായ സമരം ഇവിടെ ഉണ്ടാകും. ഈ ഗ്രാവലെടുത്ത് മാറ്റുന്നിടം വരെ സമരം ഉണ്ടാകും. ആ സമര പ്രഖ്യാപനമാണ് ഇവിടെ സഖാവ് വി പ്രഭാകരൻ നടത്തിയത്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് പത്തിയൂർ കിഴക്ക് വെളിച്ചപ്പാട്ട് കടവിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ചിറക്കുളങ്ങര ജംഗ്ഷൻ സമീപത്തെ നെൽവയൽ തണ്ണീർത്തടത്തിലാണ് രാത്രിയുടെ മറവിൽ ടിപ്പർ ലോറിയിൽ മണ്ണടിച്ച് നികത്താൻ ശ്രമിച്ചത്. പത്തിയൂർ വില്ലേജ് ഓഫീസർ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നിരോധന അറിയിപ്പും നൽകിയിരുന്നു. തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് റിപ്പോർട്ടും നൽകി. ഇവിടെ KSKTU ഏരിയ സെക്രട്ടറി വി പ്രഭാകരന്റെ നേതൃത്വത്തിൽ കൊടികുത്തിയാണ് പ്രതിഷേധിച്ചത്. ചിറക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് കൊടികുത്തിയത്. S ഗോപിനാഥപിള്ള, G ഹരികുമാർ, മനു ചെല്ലപ്പൻ, ശിശുപാലൻ, രാജേഷ് ബാബു, ഉണ്ണികൃഷ്ണപിള്ള, ആശ രാജീവ്, ശ്രീജിത്ത്, KK ജോണി എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.